സത്യത്തിൽ ഈ പറഞ്ഞ ആത്മഗുണങ്ങളുടെ ഒരു തുടർച്ച മാത്രമാണ് എന്ത് വറക്കത്ത് ബിൻ നൗഫൽ എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നാണ് പരിശുദ്ധമായ ഖുർആനിലെ ജൂത ക്രൈസ്തവ സമുദായങ്ങളെ കുറിച്ചുള്ള കഥനങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധനം ചെയ്തത് എന്നത് ക്ലെയർ ടിസ്റ്റാളിന്റെ ദ ഒറിജിനൽ സോഴ്സ് ഓഫ് ദ ഖുർആൻ ഉൾപ്പെടെയുള്ള പരിശുദ്ധമായ ഖുർആനിന്റെ സംരചനയെ കുറിച്ച് ഇവർ ഉന്നയിച്ചിട്ടുള്ള വിമർശനങ്ങൾ രേഖപ്പെടുത്തുന്ന എല്ലാ ഗ്രന്ഥങ്ങളും ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ സ്വഹീഹുൽ ബുഖാരി വറക്കത്ത് ബിൻ നൗഫലിനെ കുറിച്ച് പരാമർശിച്ചിട്ടുള്ള ഇസ്ലാം പൂർവ്വകാലത്ത് ക്രിസ്തുമതം സ്വീകരിച്ചിരുന്ന വ്യക്തിയായിരുന്നു എന്ന് പരിചയപ്പെടുത്തുന്ന ഭാഗം ഇവർക്ക് അനുകൂലമെന്നോണം ഉദ്ധരിച്ചിട്ടുമുണ്ട്. യഥാർത്ഥത്തിൽ വറക്കത്ത് എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ ജൂത ക്രൈസ്തവ സമുദായങ്ങളെ കുറിച്ച് നന്നായി അറിയാമായിരുന്നു. ഇബ്രാനി വേദഗ്രന്ഥങ്ങളെ കുറിച്ച് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ തന്നെ പരിചിതൻ ആയിരുന്നു. വറക്കത്ത് ബിൻ നൗഫലിന്റെ അടുക്കലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖദീജ ബീവി കൂട്ടിക്കൊണ്ടു പോവുകയും അവർ തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടക്കുകയും ചെയ്തതായി ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊരു സത്യമാണ്. എന്നാൽ ആ ഒരു കൂടിക്കാഴ്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ച പരിശുദ്ധമായ ഖുർആനിൽ ദൈവപ്രോക്തമാണ് എന്ന വാദഗതിക്ക് വിലങ്ങുതടിയോ അല്ലെങ്കിൽ റസൂലുള്ളാഹി തങ്ങളുടെ വ്യക്തിത്വത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ന്യൂനതയോ അല്ല എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. വറക്കത്ത് ബിൻ നൗഫലുമായുള്ള കൂടിക്കാഴ്ച മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ന്യൂനതയായി മനസ്സിലാക്കുന്ന ക്രൈസ്തവ സഹോദരങ്ങളോട് എനിക്ക് വിനയപൂർവ്വം ഓർമ്മപ്പെടുത്താറുള്ളത്, നിങ്ങൾ ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം വായിക്കുക. അബ്രഹാം പ്രവാചകൻ ഘോരമായ യുദ്ധത്തിൽ വിജയം വരിച്ചുകൊണ്ട് തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ ആ കാലഘട്ടത്തിലെ ഏറ്റവും പ്രശസ്തനും അറിയപ്പെട്ടിരുന്ന മഹാപുരോഹിതനുമായിരുന്ന മൽക്കീസേദെക്ക് അദ്ദേഹത്തിന് സ്വീകരണം നൽകുകയും സൽക്കരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തത് ബൈബിൾ രേഖപ്പെടുത്തുന്നു. ആ അനുഗ്രഹത്തിന്റെ പേരിൽ, സ്വീകരിച്ചതിന്റെ പേരിൽ അബ്രഹാമിന് അത് അംഗീകാരവും നേട്ടവുമായി എന്നതിനപ്പുറം അത് അദ്ദേഹത്തിന്റെ ഒരു ന്യൂനതയല്ല. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 18-ാം വചനത്തിൽ സൂചിപ്പിക്കുന്നത് പോലെ, വിശദമായി എഴുതിയിട്ടുള്ളത് പോലെ, മോശെ പ്രവാചകൻ മിദ്യാൻ ദേശത്തിൽ നിന്നും മിസ്രയീം ദേശത്തിലേക്ക് തിരിച്ചു പോകുമ്പോൾ യിത്രോവിന്റെ ആശീർവാദം സ്വീകരിക്കുന്നത് മോശയ്ക്ക് ലഭിക്കുന്ന അംഗീകാരമായിട്ടാണ് നാം പഠിക്കേണ്ടത്. അത് മോശയുടെ ന്യൂനതയാണ്. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിൽ സാക്ഷാൽ യേശു ക്രിസ്തു തന്നെ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവ് എന്ന് വിശേഷിപ്പിക്കുന്ന നിക്കോദെമസ് എന്ന ജൂത പ്രമാണി യേശുവിന് അംഗീകാരം നൽകുന്നത് യേശുവിന്റെ മഹത്വമാണ്, യേശുവിന്റെ ന്യൂനതയാണ് എന്നതുപോലെ സ്വഹീഹുൽ ബുഖാരി ഉദ്ധരിച്ച കിതാബ് ബദീൽ വഹി എന്ന് പറയുന്ന അധ്യായത്തിൽ കിതാബ് തഅബീർ എന്ന് പറയുന്ന ഭാഗം രണ്ടിടത്തും വറക്കത്ത് ബിൻ നൗഫലിനെ ഉദ്ധരിക്കുന്നു. ആ രണ്ടിടങ്ങളിലും മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചകത്വത്തെ അംഗീകരിക്കുന്ന ചിത്രമാണ് നമ്മൾ വായിക്കുന്നത്. തന്റെ അടുക്കൽ വന്ന ഗബ്രിയേൽ മാലാഖയുടെ ദൂതിനെ കുറിച്ചും അതിന്റെ സ്വഭാവത്തെ കുറിച്ചും എല്ലാം ചോദിച്ചറിഞ്ഞ് പഠിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞത് ഹാദാ അന്നാമൂസുല്ലദീ അൻസലല്ലാഹു അലാ മൂസ. മൂസ അലൈഹിസ്സലാമിന് മോശെ പ്രവാചകന് ദിവ്യബോധനം നൽകാൻ വേണ്ടി ദൈവം നിയോഗിച്ച അതേ മാലാഖയാണ് തങ്ങളുടെയും അടുക്കൽ വന്നത് എന്നതിന് ശേഷം തന്റെ സമുദായം ഇദ്ദേഹത്തെ ബഹിഷ്കരിക്കുന്നത് വരെയുള്ള കാലഘട്ടത്തെ കുറിച്ചും അന്ന് അവർ ബഹിഷ്കരിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അൻസുർ കനസ്റൻ മുഅസ്സറൻ, കച്ച കെട്ടി ഇറങ്ങി നിങ്ങളെ ഞാൻ സഹായിക്കുമായിരുന്നു എന്നും പറയുന്നതാണ് അവർ. ഈ ഒരു കൂടിക്കാഴ്ച മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കിട്ടിയ അംഗീകാരമാണ്. അതൊരു ന്യൂനതയായി മനസ്സിലാക്കുക. ഈ ഒരു കൂടിക്കാഴ്ചയുടെ അർത്ഥം വറക്കത്ത് ബിൻ നൗഫലിൽ നിന്ന് കാര്യങ്ങൾ കേട്ടുപഠിച്ചതാണ് എന്ന് മനസ്സിലാക്കുന്നത് ശുദ്ധ ഭോഷ്കും വിഡിത്തവുമാണ് എന്ന് മാത്രമാണ് അതേക്കുറിച്ച് പറയാൻ. മറ്റു പലരിൽ നിന്നും വ്യത്യസ്തമാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത ചരിത്രം. അതിലെ ഓരോ സെക്കൻഡും വളരെ വൃത്തിയിൽ, ഭംഗിയിൽ പിൽക്കാലത്ത് ആർക്കും മനസ്സിലാകാവുന്ന രീതിയിൽ രേഖപ്പെടുത്തി വെക്കപ്പെട്ടിട്ടുണ്ട്. വിശദമായ ആ ജീവചരിത്രത്തിൽ വറക്കത്ത് ബിൻ നൗഫലുമായുള്ള കൂടിക്കാഴ്ചകൾ നടന്ന ഈ സന്ദർഭവും ഇതിനു പുറമെ നുബുവത്തിന്റെ 3-ാമത്തെ വർഷം തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കഅബാലയത്തിന്റെ പരിസരത്ത് വെച്ച് കണ്ട ഒരു സംഭവമല്ലാതെ വേറെ ഒരു കൂടിക്കാഴ്ചയിലേക്ക് പോയി. 2-ാം തവണ പ്രബോധന ജീവിതത്തിന്റെ സ്ഥിതിഗതികളെ കുറിച്ച് ചോദിച്ചറിഞ്ഞ ശേഷം ബഹുമാനപ്പെട്ട വറക്കത്ത് ബിൻ നൗഫൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇന്നകാല നബിയു ഹാദിഹിൽ ഉമ്മ, തീർച്ചയായും ഈ സമുദായത്തിന്റെ പ്രവാചകനാണ് എന്ന് അംഗീകാരം കൊടുക്കുന്നു. അവിടെയും പൊതുജന മധ്യത്തിൽ വെച്ചാണ് ആ കൂടിക്കാഴ്ച ഉണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തെങ്കിലും ഒന്ന് കേട്ടുപഠിച്ചതായി ചരിത്രം രേഖപ്പെടുത്തിയിട്ടില്ല. നബുവത്തിന്റെ 3-ാം വർഷം തന്നെ വറക്കത്ത് ബിൻ നൗഫൽ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഖുർആനിലെ ജൂത ക്രൈസ്തവ സമുദായങ്ങളെ കുറിച്ചുള്ള കഥനങ്ങൾ, അതിനുശേഷമുള്ള തുടർന്നുള്ള 20 വർഷവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധനം നടത്തിയ ജീവിതത്തിനിടക്കാണ് വന്നു ചേരുന്നത്. ഈ ആദ്യത്തെ 3 വർഷം അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ചരിത്രം കൃത്യമായി രേഖപ്പെടുത്തിയതായി ഖുർആനിൽ അങ്ങനെ ആയത്തുകൾ ഇറങ്ങിയതായി സ്ഥാപിക്കപ്പെട്ടിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നു, വറക്കത്ത് ബിൻ നൗഫലിന്റെ മരണശേഷം പിന്നെ എപ്പോഴാണ് അദ്ദേഹം വന്ന് ക്ലാസ് എടുത്തത് എന്ന് നിങ്ങൾ പറയണം. അതല്ല, നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിച്ചു വച്ചിരുന്ന കാര്യങ്ങൾ സന്ദർഭങ്ങളിൽ അനുസരിച്ച് കൃത്യമായി പ്രയോഗിച്ചതാണ് എന്ന് ആരോപിക്കുകയാണെങ്കിൽ അതിന്റെയും പ്രമാണം നിങ്ങൾ പലപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനക്കൂട്ടത്തിലായിരിക്കുമ്പോൾ, ശിഷ്യന്മാരുടെ മധ്യേ ആയിരിക്കുമ്പോൾ ജൂത ക്രൈസ്തവ സഹോദരങ്ങൾ വന്ന് സംശയങ്ങൾ ഉന്നയിച്ചപ്പോഴൊക്കെയാണ് ഈ ആയത്തുകൾ അവതരിച്ചിട്ടുള്ളത്. അപ്പോൾ വഹയിന് വേണ്ടി പ്രതീക്ഷയോടുകൂടി കാത്തു നിൽക്കുന്ന സംഭവങ്ങൾ നമുക്ക് വായിക്കാൻ. ഇത് ഏതെങ്കിലും തരത്തിൽ വറക്കത്ത് ബിൻ നൗഫലിൽ നിന്ന് കേട്ട് പഠിച്ചതിന്റെ തുടർച്ചയാണ് എന്ന് പറയുന്നതിന് ന്യായം. അതുകൊണ്ട് വറക്കത്ത് ബിൻ നൗഫൽ എന്ന് പറയുന്ന വ്യക്തിയുടെ മരണശേഷം മാത്രം പരിശുദ്ധമായ ഖുർആനിൽ വന്നിട്ടുള്ള സംഗതികൾ അദ്ദേഹത്തിൽ നിന്ന് കേട്ടുപഠിച്ചതാണ് എന്ന് പറയുന്നവർ ഏതെങ്കിലും തരത്തിലുള്ള പ്രമാണത്തിന്റെ പിൻബലത്തോടു കൂടി സംസാരിക്കണമെന്നാണ് എനിക്ക് ഓർമ്മപ്പെടുന്നത്. മാത്രമല്ല, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോകേണ്ടി വരുമെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദമായ പ്രഖ്യാപനം നടത്തുന്ന വറക്കത്ത് ബിൻ നൗഫൽ തീർച്ചയായും അദ്ദേഹത്തിന്റെ ഈ പ്രസ്ഥാനം ഒരു അജയശക്തിയായി മുന്നേറുമെന്നും അത് ലോകത്തെ തുല്യതയില്ലാത്തൊരു പ്രത്യയശാസ്ത്രമായി വളർച്ച നേടുമെന്നും മുൻധാരണയുള്ള, എന്നിട്ട് ആ ധാരണയുടെ ആ വിജയത്തിന്റെ മുഴുവൻ ഘടകം തന്റെ അറിവും തന്നിടത്തു നിന്ന് കേട്ടുപഠിച്ചതുമായിരുന്നു എങ്കിൽ ഏറ്റവും മിനിമം തന്റെ അടുത്ത സുഹൃത്തുക്കളോടെങ്കിലും വറക്കത്ത് ബിൻ നൗഫൽ അത് പറയുമായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദൈവികമായ പിൻബലത്തോടു കൂടിയാണ് സംസാരിക്കുന്നത് എന്ന ആശയത്തെ വിശ്വസിക്കാതെ അതിനെ ചോദ്യം ചെയ്യുന്ന സഹോദരങ്ങൾ അന്ന് തന്നെ ഉണ്ടാകുമായിരുന്നു. അത് ഉണ്ടായില്ലെന്ന് മാത്രമല്ല, വറക്കത്ത് ബിൻ നൗഫലിനെ പരിചയമുള്ള, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയമുള്ള ആ സമുദായത്തിലെ സമകാലികരായ ഒരാൾ പോലും ഇങ്ങനെയുള്ള ഒരു സ്രോതസ്സിൽ നിന്ന് കേട്ടുപഠിച്ചിട്ടാണ് മുഹമ്മദ് ഇത്തരം വിഷയങ്ങൾ സംസാരിക്കുന്നത് എന്നൊരു ആരോപണം ഉന്നയിക്കാൻ പോലും തയ്യാറായിട്ടില്ല എന്നത് നമ്മുടെ ശത്രുക്കൾ ഇപ്പോൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ വിവരശൂന്യത കൊണ്ട് അവർ വിളമ്പിക്കൊണ്ടിരിക്കുന്ന വിടുവായി അർത്ഥശൂന്യതയാണ്. അതുകൊണ്ട്